പീസ് ആൻഡ് ജോയ്. അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ച് പലപ്പോഴും ആ കാലഘട്ടത്തിലുള്ളവർ പറഞ്ഞിരുന്നത് ഫ്രാൻസിസ് വേറെ ഏതോ ലോകത്തിൽ നിന്ന് വന്ന ഒരു മനുഷ്യനെ പോലെ ആ ലോകത്തിൽ ജീവിച്ചു എന്നുള്ളതാണ്. കാരണം ഒത്തിരിയേറെ ആളുകൾ സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പുറകെ ആഹ്ലാദിച്ച് ആനന്ദിച്ച് നടക്കുമ്പോൾ ഒരു വലിയ പ്രകാശത്തോടു കൂടി നിശബ്ദതയോടുകൂടി പലപ്പോഴും ഒരു പരിത്യാഗിയുടെ വേഷത്തിൽ ഈ ഫ്രാൻസിസ് നടക്കുമ്പോൾ അനേകരുടെ കണ്ണുകൾ തുറക്കുക അല്ലെ ഹൃദയങ്ങൾ തുറക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫ്രാൻസിസ് ഉപവാസത്തിൻ്റെ ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ പരിത്യാഗം, പെനിറ്റൻസ് ഓഫ് അസീസി, പരിത്യാഗം ചെയ്യുന്ന പാപിയാണ് ഞാൻ, എൻ്റെ സഹോദരങ്ങൾ പരിത്യാഗം ചെയ്യുന്ന പാപികളാണ് എന്ന് ഫ്രാൻസിസ് എപ്പോഴും ഓർമ്മിപ്പിച്ചിരുന്നു, പ്രഘോഷിച്ചിരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഫ്രാൻസിസ് എടുത്തിരുന്ന ചില നോമ്പുകളെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഈശോ 40 രാവും 40 പകലും ഉപവസിച്ചു. ഇത് ഫ്രാൻസിസിനെ, ഈശോയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഫ്രാൻസിസിനെ ഒത്തിരിയേറെ ആകർഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈശോയെ പോലെ ഉപവാസം എടുക്കാനായിട്ട് ഫ്രാൻസിസ് ആഗ്രഹിക്കുകയാണ്. ട്രെസിമോണെ എന്ന കായൽ ഇറ്റലിയിലുണ്ട്. ആ കായലിൻ്റെ മധ്യേ 2 വലിയ ദ്വീപുകൾ അന്ന് വിജനമായി കിടന്നിരുന്നു. ഇന്ന് അതൊക്കെ ആൾപ്പാർപ്പുള്ള അല്ലെങ്കിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പോലെയൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ ആ കായലിന് മധ്യേ ഉള്ള അന്നത്തെ വിജന ആയിട്ട് കിടന്ന ഒരു ദ്വീപിൽ ഫ്രാൻസിസ് പോയി നോമ്പുകാലം മുഴുവൻ ഉപവസിക്കാനായിട്ട് ആഗ്രഹിച്ചു. 40 ദിവസം ഉപവസിക്കാനായിട്ടാണ് ഫ്രാൻസിസ് ആഗ്രഹിച്ചത്. ഫ്രാൻസിസ് വിഭൂതിയുടെ ദിവസം ഒരു വള്ളക്കാരനോട് പറഞ്ഞു, അങ്ങനെ ദയവായിട്ട് ആരും അറിയാതെ ആ കായലിന് നടുവിലുള്ള ദ്വീപിൽ കൊണ്ടുപോയി എത്തിക്കണം. ആ ദ്വീപിൽ എത്തിക്കഴിയുമ്പോൾ കൃത്യം 40 ദിവസം കഴിയുമ്പോൾ അങ്ങ് വീണ്ടും വരണം എന്നെ അവിടുന്ന് തിരികെ കൊണ്ടുവരാനായിട്ട്. ആ മനുഷ്യൻ നോക്കി, എങ്ങനെ 40 ദിവസം വിജനമായ ഈ കാട്ടിൽ ഈ മനുഷ്യൻ താമസിക്കും? വിജനമായ കാട്ടിൽ ഇഷ്ടംമാതിരി പഴങ്ങളോ ഫലങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതൊരു ദ്വീപാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള സസ്യജാലങ്ങൾക്കൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ഈ മനുഷ്യൻ എങ്ങനെ ജീവിക്കും? അദ്ദേഹം ഫ്രാൻസിസിനെ നോക്കി. ഫ്രാൻസിസിൻ്റെ കയ്യിൽ അപ്പോൾ ആകെ കാണുവാൻ സാധിച്ചത് 2 അപ്പമാണ്. നമുക്കറിയാം, യൂറോപ്പിൽ അല്ലെ ഇറ്റാലിയൻസ് ഒക്കെ ഉപയോഗിക്കുന്ന അപ്പം കുറേ നാളുകൾ ഇരിക്കുന്നതാണ്. നമ്മുടെ ബണ്ണിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ വൃത്താകൃതിയിലുള്ളത് ഉണ്ട്, അല്ലെങ്കിൽ ദീർഘചതുരാകൃതിയിലുള്ളതുണ്ട്. പക്ഷേ അതിൻ്റെ കാഠിന്യം കൂടുതലാണ്. കാരണം അത് കാലങ്ങളെ അല്ലെങ്കിൽ ഏറെ നാളുകൾ കേടുകൂടാതിരിക്കേണ്ടതാണ്. അദ്ദേഹം നോക്കിയപ്പോൾ 2 അപ്പമാണ് ഫ്രാൻസിസിൻ്റെ കയ്യിൽ ആകെ കണ്ടത്. 2 അപ്പം മാത്രം, മറ്റൊന്നുമില്ല. ഫ്രാൻസിസ് അവിടെ പോയി 40 രാവും 40 പകലും ഈശോ ഉപവസിച്ചതുപോലെ ഫ്രാൻസിസ് ഉപവസിക്കുകയാണ്. 40 ദിവസങ്ങൾക്ക് ശേഷം ആ വള്ളക്കാരൻ ഫ്രാൻസിസിനെ തിരികെ എത്തിക്കുകയാണ്. കാരണം ആ വള്ളക്കാരൻ വളരെ കൃത്യതയോടുകൂടി ഫ്രാൻസിസിനെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിച്ചു. കാരണം തൻ്റെ വള്ളത്തിൽ അതിവിശുദ്ധനായ ഈ മനുഷ്യൻ കയറുന്ന വലിയ ഭാഗ്യമായിട്ട് അദ്ദേഹം കരുതുകയാണ്. അതിനുശേഷം ഫ്രാൻസിസ് തിരികെ വരുമ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചു, ഈ 2 അപ്പത്തിൽ ഒരപ്പം പൂർണ്ണമായിട്ടും ഫ്രാൻസിസിൻ്റെ കയ്യിലുണ്ട്, മറ്റേ അപ്പത്തിൻ്റെ പകുതി മാത്രമേ ഭക്ഷിച്ചിട്ടുള്ളൂ. 40 ദിവസം കൊണ്ട് ഫ്രാൻസിസ് ഈ അപ്പത്തിൻ്റെ പകുതി മാത്രമാണ് ഭക്ഷിച്ചത്. ഫ്രാൻസിസ് ഈ 40 രാവും 40 പകലും അവിടെ ഉപവസിച്ചപ്പോൾ ഈശോയ്ക്ക് തുല്യനായി തീർന്നു എന്ന്, അല്ലെങ്കിൽ ഉപവാസത്തിൽ തുല്യത പ്രാപിക്കാനായിട്ട് ഫ്രാൻസിസ് ആഗ്രഹിച്ചില്ല. ഈശോയെ കഴിഞ്ഞും താഴെ നിൽക്കാനായിട്ട് ആ മനുഷ്യനെ ആഗ്രഹിച്ചുകൊണ്ട് 39-ാം ദിവസം അദ്ദേഹം അപ്പത്തിൽ നിന്ന് പകുതി ഭാഗമെടുത്ത് ഭക്ഷിച്ചു എന്നാണ് പറയുക. അത് ഈ വള്ളക്കാരൻ വലിയ സന്തോഷത്തോടെ ഒരു ദൈവാനുഭവമായിട്ട് കരുതുകയും മറ്റുള്ളവരോട് പറയുകയും ചെയ്യുകയാണ്. ഫ്രാൻസിസ് അതുപോലെ തന്നെ അനേകം ഉപവാസങ്ങൾ പേഴ്സണലായിട്ട് എടുത്തിരുന്നു. അതിലൊന്നായിരുന്നു എപ്പിഫനി മുതലുള്ള രാക്കുളി തിരുനാൾ മുതലുള്ള ഉപവാസം. മറ്റൊന്നായിരുന്നു വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും തിരുനാൾ ദിനത്തിൻ്റെ അന്നുള്ള ഉപവാസം. വേറൊന്നായിരുന്നു വിശുദ്ധ മിഖായേൽ മാലാഹയുടെ തിരുനാളിനോട് അനുബന്ധിച്ചുള്ള ഉപവാസം. അതുപോലെ തന്നെ ഫ്രാൻസിസ് എടുത്തിരുന്ന മറ്റൊരു ഉപവാസമായിരുന്നു. ഇങ്ങനെയുള്ള 3-4 ഉപവാസങ്ങൾ ഫ്രാൻസിസ് എടുത്തിരുന്നു. അതുപോലെ തന്നെ മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിന് മുമ്പുള്ള ഉപവാസം, ഓഗസ്റ്റ് 15-ന് മുമ്പുള്ള ഉപവാസം, അങ്ങനെ 4 ഉപവാസങ്ങൾ, സ്വർഗാരോപണ തിരുനാളിന് മുമ്പുള്ളത്, അതുപോലെ തന്നെ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാളിന് മുമ്പുള്ളത്, അതുപോലെ എപ്പിഫനിക്ക് മുമ്പുള്ളത്, മിഖായേൽ മാലാഹയുടെ തിരുനാളിന് മുമ്പുള്ള ഉപവാസങ്ങൾ. മിഖായേൽ മാലാഹയുടെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള 40 ദിവസത്തെ ആ നോമ്പ് ഫ്രാൻസിസ് അസീസി സ്ഥാപിച്ചതായിട്ടാണ് തിരുസഭയുടെ ചരിത്രത്തിൽ കാണുക. അപ്പോൾ അങ്ങനെ പേഴ്സണലായിട്ട് ഫ്രാൻസിസ് അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. അതോടൊപ്പം തന്നെ തൻ്റെ സന്യാസ സഭയ്ക്കായിട്ട് ഫ്രാൻസിസ് വേറൊരു നോമ്പ് ആരംഭിച്ചു. അത് സകല വിശുദ്ധരുടെയും തിരുനാളായിട്ട് ലത്തീൻ സഭയിലുള്ള നവംബർ 1-ാം തീയതി മുതൽ ഡിസംബർ 25 ക്രിസ്മസ് വരെയുള്ള ആ നീണ്ട നോമ്പ്. അതായത് ക്രിസ്മസിൻ്റെ ഒരുക്കമായിട്ട് നവംബർ 1-ന് തൊട്ട് ആരംഭിക്കുന്ന നോമ്പ്, സകല വിശുദ്ധരുടെയും തിരുനാൾ തൊട്ട്.
അത് കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം തിരുസഭയുടെ പൊതുവായിട്ടുള്ള നോമ്പുകാലത്തെ പെസഹ തിരുനാളിന് മുമ്പായിട്ടുള്ള നോമ്പ് അദ്ദേഹം ആചരിച്ചിരുന്നു. അങ്ങനെ ഫ്രാൻസിസിന് വെള്ളിയാഴ്ചകളിൽ എടുത്തിരുന്ന ഉപവാസമൊക്കെ കൂട്ടി നോക്കുകയാണെങ്കിൽ ഈ നോമ്പുകാലത്തൊക്കെ ഒരു നേരമോ അല്ലെങ്കിൽ പലപ്പോഴും ഒന്നും ഭക്ഷിക്കാതെയൊക്കെയാണ് ഫ്രാൻസിസ് ആ കാലഘട്ടം മുന്നോട്ട് കൊണ്ടുപോയത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു വർഷം മുഴുവൻ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും മനുഷ്യനായിട്ട് ഫ്രാൻസിസ് മാറുകയാണ്. ദൈവവചനം അവിടെ ആ മനുഷ്യനിൽ വേറൊരു രീതിയിൽ വെളിപ്പെടുന്ന നമുക്ക് കാണാൻ സാധിക്കും. പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും മാത്രമാണ് പൈശാചിക അരൂപികൾ മാറിപ്പോവുകയുള്ളൂ എന്നുള്ള തിരുവചനം പോലെ ഫ്രാൻസിസ് പോകുന്നിടത്തെല്ലാം പിശാചികൾ ബഹിഷ്കരിക്കപ്പെട്ടു. ഫ്രാൻസിസ് നടക്കുന്നിടത്തെല്ലാം സ്വർഗത്തിൽ നിന്ന് ഒരു മനുഷ്യൻ ഇറങ്ങി നടക്കുന്നത് പോലെ അവർക്ക് അനുഭവപ്പെടുകയാണ്. വേറെ ഏതോ ലോകത്തിൽ നിന്ന് വന്ന ഒരു മനുഷ്യനെ പോലെ ഫ്രാൻസിസ് മാറുകയാണ്. അവിടെയെല്ലാം ഫ്രാൻസിസ് ഹൃദയം കൊണ്ട് ഇങ്ങനെ ഉരുവിടുന്ന ദേവരും ശ്രവിക്കുകയാണ്. എൻ്റെ ദൈവമേ, എൻ്റെ സർവസ്വവുമേ, എൻ്റെ ദൈവമേ, എൻ്റെ സർവസ്വവുമേ. എൻ്റെ ദൈവം എൻ്റെ സർവസ്വവുമാവുമ്പോൾ മറ്റൊന്നും ഒരു പരിഗണന ആയിട്ട് ഫ്രാൻസിസിന് തോന്നിയതേയില്ല. ഫ്രാൻസിസ് ക്രിസ്തുവിലേക്ക് മാത്രം നോക്കി, ക്രിസ്തുവിലേക്ക് നോക്കിയവർ പ്രകാശിതരായി എന്ന വചനം അവൻ്റെ ജീവിതത്തിൽ മാംസം ധരിക്കുകയാണ്. അവൻ ലോകത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് കടന്നുപോയി. നാട് നീളം നന്മ ചെയ്ത് കടന്നുപോയ മനുഷ്യപുത്രൻ്റെ ജീവിതം അവനിൽ പ്രതിഫലിക്കുന്ന ലോകം കണ്ടു. അതുകൊണ്ട് അവനെ രണ്ടാം ക്രിസ്തു എന്ന് മാർപ്പാപ്പമാർ പോലും വിശേഷിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, പരിത്യാഗത്തിൻ്റെയും നോമ്പിൻ്റെയും ഒരു ചൈതന്യം നമ്മുടെ ഉള്ളിൽ എപ്പോഴും സൂക്ഷിക്കേണ്ടതാണ്. ലോകത്തിൻ്റെ അരൂപിക്ക് വിധേയപ്പെടാതിരിക്കാൻ, ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി ജീവിതം നശിപ്പിക്കുന്നവർക്ക് പരിഹാരം ചെയ്യുവാൻ, എൻ്റെ സഹനത്തിൽ നിന്നുകൊണ്ടുകൂടി ദൈവത്തിന് തിരസ്കരിക്കപ്പെടുന്ന സ്നേഹം പകരം കൊടുക്കുവാൻ ഫ്രാൻസിസിനെ പോലെ നമുക്കും പരിശ്രമിക്കാം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.